കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയെന്ന സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നു. മുസ്തഫ എന്നയാളെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 6 ലക്ഷം രൂപ കടം വാങ്ങിയതിന് 40 ലക്ഷത്തോളം രൂപ മുസ്തഫയിൽ നിന്ന് കൊള്ളപ്പലിശക്കാർ വാങ്ങിയെടുത്തെന്നാണ് ആക്ഷേപം. 6 ലക്ഷം രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടിയിട്ട് ഒരു 18 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടാണ്. സ്വർണം കുറേ പലിശ ഒക്കെ കൊടുത്തു. മകളുടെ സ്വർണം, ബന്ധക്കാരെ സ്വർണം അങ്ങനെയൊക്കെ ആയിട്ട് പിടിച്ചിക്കാൻ പറ്റാണ്ടാണ് പിന്നെ ഈ സ്ഥലം എഴുതി കൊടുത്തത്. അത് ഈ തൈവളപ്പിൽ പ്രകലേഷ് എന്ന് പറഞ്ഞ ആളാണ് മരണമൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രകലേഷ് ഇവിടെ അടുത്ത നെമ്മിനിയിലാണ് ആളെ വീട്. അപ്പോൾ ആൾ ഗുണ്ടായുസം കാര്യങ്ങളും ഇതേപോലെ മകനും ഭാര്യയായിട്ട് ഏട്ടയും അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്ന് 8,000 രൂപ പലിശ മാത്രം കൊടുക്കണം. അതിൽ 6,000 രൂപ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ 2,000 രൂപയ്ക്ക് മകൻ്റെയും ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് പച്ച വർത്താനം പിന്നെ മർദ്ദിക്കും കൂടി ചെയ്ത്. സൂരജ് സജീവങ്ങൾ മറ്റൊരു സൂരജ് 6 ലക്ഷം 40 ലക്ഷമായി എന്നുള്ളത് പലിശയ്ക്ക് പിഴപ്പലിശയ്ക്ക് പിന്നെയും പിഴപ്പലിശ, പിന്നെ കഴുത്തറപ്പം പലിശ, അതിന് മുകളിൽ കൊള്ളപ്പലിശ, അങ്ങനെ പല രീതിയിലുള്ള പല പേരുകളിലെ പലിശ 6 ലക്ഷം 40 ലക്ഷമാക്കി എന്നത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്താണ് മരണമൊഴിയിലുള്ളത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? സൂരജ്. ഹാഷ്മി, അത് തന്നെയാണ്. അതായത് ഈ പലിശ എന്ന് പറഞ്ഞാൽ കൊള്ള പലിശയാണ് വാങ്ങിയത്. 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ പലിശ വാങ്ങും. ആ 20,000 രൂപ ആ മാസം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിറ്റേ മാസമാകുമ്പോൾ 1,20,000 രൂപയ്ക്ക് 20% പലിശ നൽകേണ്ടി വരും. 6 ലക്ഷം രൂപ വാങ്ങിയതിനാണ് 1.5 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം രൂപ ഈ വ്യാപാരിക്ക് നൽകേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വ്യാപാരിയുടെ വീടിന് മുന്നിലാണ്. അവിടെയാണ്, ഈ കാണുന്ന വീട്ടിലാണ് കഴിഞ്ഞ 10-ാം തീയതി ഈ വ്യാപാരി ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഈ പരാതിപ്പെട്ടിട്ട് പോലീസ് പോലും 1 ഇഞ്ച് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ലജ്ജിപ്പിക്കുന്ന കാര്യം. അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിനാണ് പരാതി നൽകിയത്. പക്ഷേ ഈ ആത്മഹത്യ നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇന്നലെ മാത്രമാണ് ഈ വിഷയത്തിൽ പോലീസ് പോലും മൊഴി രേഖപ്പെടുത്തുന്നത്. ഇവിടുത്തെ പൊതുപ്രവർത്തകരാകട്ടെ അവരാരും തന്നെ, കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണ് ഈ മരിച്ച വ്യാപാരി, അദ്ദേഹം ചേർന്നു നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് അദ്ദേഹത്തിനൊപ്പമില്ല, പകരം ഈ പലിശക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വ്യാപാരിയുടെ പേരിലുണ്ടായിരുന്ന 6 സെന്റ് സ്ഥലമാണ്. ഈ പ്രധാന റോഡിനോട് ചേർന്ന് ഗുരുവായൂരിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഏകദേശം ഒരു 7 ലക്ഷം രൂപ കൽപ്പിക്കാം നമുക്ക്. അങ്ങനെയെങ്കിൽ പോലും 20 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ വില, അതായത് ഈ സ്ഥലത്തിന് ഈ പലിശക്കാരൻ എഴുതി വാങ്ങിയത് 5 ലക്ഷം രൂപയ്ക്കാണ്. അതായത് 20 ലക്ഷം രൂപയുടെ സ്ഥലം 5 ലക്ഷം രൂപയുടെ പലിശയ്ക്ക് എഴുതി വാങ്ങുന്നു. അത് മാത്രമല്ല, ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച ഈ വ്യാപാരിയെ മർദ്ദിക്കുന്നു. 40 ലക്ഷത്തോളം രൂപ ഇങ്ങനെ പലപ്പോഴായി ഈടാക്കി ഈ പലിശ ഇനത്തിൽ. അതോടുകൂടി ഇനി ജീവിക്കുന്നതിലും നല്ലത് മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 10-ാം തീയതി അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.